പതിപോലെ നമ്മൾ തിരുക്കുറളിന്റെ ദിവസമാണെന്ന്. 45-ാമത്തെ അധ്യായമാണ് ഇന്ന് തിരുക്കുറളിലൂടെ. ഗുഡ് ഈവനിങ്. ഇന്നത്തെ അധികാരം പെരിയാറൈ തുണൈക്കോടൽ. അതായത് നമ്മളെക്കാളും പ്രായം കൂടിയവർ, പ്രായം മാത്രമല്ല ബുദ്ധിയിലെയും നല്ല ഒരു തേർച്ചയുള്ള ആൾക്കാരെയാണ് നമ്മൾ നമ്മുടെ കൂടെ ചേർക്കണം എന്നുള്ള ഒരു ഹെഡിങ്ങിലെയാണ് ഇന്നത്തെ അധികാരം. അപ്പം ഫസ്റ്റ് കുറൾ 441. அறனறிந்து மூத்த அறிவுடையார் கேண்மை திறனறிந்து தேர்ந்து கொள்ளல். അതായത് അർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ, അറനറിந்து, അറവഴി, അറംന എല്ലാവർക്കും നമുക്ക് മനസ്സിലാവല്ലോ. അതിൻ്റെ വഴിയിൽ ചെന്ന് മൂത്ത അറിവുടയാർ, നല്ല ബുദ്ധിമാനോട് കൂടുന്ന സ്നേഹം. മൂത്ത അറിവുടയാർ കേൺമൈ എന്ന് പറഞ്ഞ സ്നേഹമാണ്. അറത്തിനത് നുണ്മയെ അറിந்து തന്നിൽ മൂത്ത അറിവുടയാറത് കേൺമയെ തേർന്ന് സെലക്ട് ചെയ്ത് തിറൻ അറിந்து കൊള്ളൽ, അതിനെ അനുസരിച്ച് നടക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ അവർ നല്ല ഒരു ബുദ്ധിമാൻ കൂടെ വച്ച് അവരുടെ അഡ്വൈസിന് പ്രകാരം ഒരു റൂളിങ്ങോ എന്തോ ചെയ്യണം എന്നുള്ള മീനിങ് ആണ്. വള്ളുവർ പറയുന്നത് കിങ്, ഒരു അരസൻ, ഒരു കിങ് എങ്ങനെ ഇരിക്കണം? നല്ല ബുദ്ധിമാനുള്ള, തന്നെക്കാളും ബുദ്ധി കൂടിയ ആൾക്കാരുടെ ഒരു സ്നേഹം വേണം. അവരുടെ അഡ്വൈസിന് പ്രകാരം ആ റൂളിങ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓവർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സാബു സാർ, ആദിഭഗവാൻ സാർ, മറ്റ് സഹോദരങ്ങളെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. 45-ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പെരിയാരൈ തുണൈക്കാടൽ എന്ന തമിഴിലും മഹത്തുക്കളെ തുണയാക്കൽ അല്ലെങ്കിൽ ഗുരുജന സഹായം എന്ന മലയാളത്തിലും പറയാം. ഹെൽപ്പ് ഓഫ് ദി വൈസ് എന്ന് ഇംഗ്ലീഷിലും പറയുന്ന ചാപ്റ്ററാണിത്. ഞാനൊരു കൊച്ചു ഇൻട്രഡക്ഷൻ പറഞ്ഞാൽ, ഒരു രാജാവ് അതിൻ്റെ മൂല്യം നന്നായി ചിന്തിക്കട്ടെ, സദ്ഗുണവും പക്വതയുമുള്ള അറിവുള്ള ആളുകളുടെ സൗഹൃദം സുരക്ഷിതമാക്കട്ടെ. അതുപോലെ തന്നെ രാജാവ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവയെ മറികടക്കാൻ കഴിയുന്ന നല്ല പുരുഷന്മാരെ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകളെ കണ്ടെത്തി ദയോടെ പരിപാലിക്കുകയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് സംരക്ഷിക്കുകയും വേണം. മഹാന്മാരെ സ്നേഹിക്കുകയും അവരെ സ്വന്തമാക്കുകയും ചെയ്യുക എന്നത് എല്ലാ പ്രയാസകരമായ കാര്യങ്ങളിലും ഏറ്റവും പ്രയാസമേറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നേക്കാൾ വലിയവരായ മനുഷ്യരെ തന്റെ സ്വന്തക്കാരാക്കി മാറ്റുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാ അധികാരങ്ങളിലും ഉന്നതമായിട്ടുള്ള കാര്യമാണ്. ഒരു രാജാവ് തന്റെ മന്ത്രിമാരെ തന്റെ രാജ്യം കൈകാര്യം ചെയ്യുന്നതിൽ കണ്ണുകളായി ഉപയോഗിക്കേണ്ടതിനാൽ അവരുമായി ഇടപഴകുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവവും യോഗ്യതകളും അദ്ദേഹം നന്നായി പരിശോധിക്കട്ടെ. ഇതൊക്കെ നല്ല ഒരു രാജാവ് ചെയ്യാനായിട്ടാണ് തിരുവള്ളുവർ ഈ അധ്യായത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ 141 മാത്രമായി എടുത്ത് ചിന്തിച്ചാൽ, അറനറിந்து മൂത്ത അറിവുടയാർ കേൺമൈ തിറനറിந்து തേർന്നു കൊളൽ. ധർമ്മജ്ഞരായി മുതിർന്നറിവുറ്റോർതൻ
സ്നേഹം മർമ്മം പോൽ കൈക്കൊണ്ടിടയണം. ബുദ്ധിമാനായ ആളുകളുടെ, ബുദ്ധിമാന്മാരായ മുതിർന്നവരുടെ സദ്ഗുണങ്ങൾ മനസ്സിലാക്കുകയും അതിൽ രാജാവ് ആശ്രയിക്കുകയും വേണം. ധർമ്മബോധത്തുടൻ തന്നിൽ മൂർത്ത വിദ്വൽ ജനങ്ങളെ ഗുണമേന്മ വിചാരിച്ച് സ്നേഹമാർജിച്ചു കൊള്ളണം. ഓവർ. Thank you, sir. Tirukkural, chapter 45, seeking the aid of great men, help of the wise, emphasizes the importance of associating with and seeking the counsel of virtuous, experienced, and wise individuals. This chapter stresses that aligning oneself with great individuals is a source of immense strength and benefit. It highlights that such people possess the wisdom to foresee and prevent future problems, guide through current difficulties, and offer invaluable advice. Seeking their friendship and support is described as one of the rarest and most valuable acquisitions in life. Think of the wisdom King Solomon sought from God. 1 Kings 3, 5 to 12. Solomon, recognizing his youth and inexperience, asked for discernment to govern his people justly. God granted him not only wisdom but also riches and honor. Similarly, Thiruvalluvar advises seeking the wisdom of experienced and virtuous individuals, implying that their guidance is invaluable for navigating life and achieving success. Just as seeking divine wisdom was crucial for Solomon's reign, seeking the counsel of great individuals, according to the Quran, is vital for anyone striving for a fulfilling and successful life. അറനറിന്തു മൂത്ത അറിവുടയാർ കോൺമൈ തിറനിറന്തു തേർത്തുകൊള്ളൽ. 441. Wise seniors deciphering virtue should be understood and must be relied upon. For illustrating this verse, I like to say an example. In Kottayam, an entrepreneur started a spice business. He has passion and energy, but lacked deep understanding of market trends, local regulations, and effective business strategies. He sought the mentorship of a senior businessman in this area who has decades of experience in the spice trade. The young entrepreneur gained access to invaluable insights. The senior mentor can advise on sourcing quality spices, navigating local market dynamics, building relationships with the suppliers and customers, and avoiding common mistakes that new business often make. Relying on this experienced guidance significantly increases the young entrepreneurs' chances of success and sustainable growth. As friends, the men who virtue know and riper wisdom share, their worth weighed well, the king should choose with care. Thank you, sir. Over. തിരുക്കുറൾ 441. അറനരിന്ത് മൂത്ത അറിവുടയാർ കേൺമറിരുന്ന് തീർത്തുകൊൾ. കുറൾ 442. உற்ற நோய் நீக்கி உறா அமை முற்காக்கும் பெற்றியார் பேணிக்கொளல். வந்த துன்பத்தை நீக்கி துன்பம் வருமுன் காக்கும் திறனுடையவரை நட்பாக்கி கொள்ள வேண்டும். அதாவது நமக்கு வந்த தோஷங்களை போக்கி വരാവുന്നதை തടയാനുള്ള ശേഷിയുള്ളവരെ സ്നേഹിക്കുക. അതാണ് ഇതിൻ്റെ അർത്ഥം.
തുன்பത്തെ നീക്കണം. തുன்பം എന്ന് വെച്ചാൽ ദോഷമോ കഷ്ടപ്പാടുകളോ അത് നീക്കാൻ അറിയണം. അത് കളയാൻ അറിയുന്ന ഒരു ആളായിരിക്കണം. അതുപോലെ തുன்பം വരാൻ പോകുന്നു എന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെ നമ്മൾ അതിലിருந்து നമ്മളെ രക്ഷിക്കണം എന്ന് അറിയുന്ന ആൾക്കാരെ സ്നേഹിച്ച് നമ്മൾ നമ്മുടെ കൂടെ വെക്കണം എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. എല്ലാവർക്കും നമസ്കാരം. കുറൾ 442. ഉറ്റനോയ് നീക്കി ഉറ അമൈ മുറുകാക്കും പെറ്റിയാർ പേണിക്കൊളൽ. വന്നവിന നീക്കി അഴൽ തീണ്ടാതെ കാക്കുന്ന വന്ധ്യജനപാലനം യുക്തം. മന്ത്രജനപാലനം യുക്തം. വന്നുപോയ ദുഃഖങ്ങൾ പരിഹരിച്ച് എല്ലാം ഒഴിവാക്കി തുടർന്ന് അത്തരം പ്രതിസന്ധികൾ വന്നു ഭവിക്കാതെ മുൻകരുതലോടെ ഉപദേശങ്ങൾ നൽകാൻ പ്രാപ്തരായ ഗുരുജനങ്ങളെ അരജൻ സന്തോഷിപ്പിച്ച് തനിക്ക് തുണയാക്കി കൊള്ളേണ്ടതാണ്. ഗുരുവെന്നത് ഒരു നാടിനെയും ഒരു സമൂഹത്തിനെയും ഉണ്ടാക്കുന്നതിൽ വളരെ മുഖ്യമായ പങ്കാണ് അവർക്കുള്ളത്. ഒരു രാജ്യത്തിലെ ഏറ്റവും ബുദ്ധിശാലികളും ഏറ്റവും ഉത്തരവാദിത്വ ബോധവുമുള്ളവരാണ് ഗുരുക്കന്മാർ. പണ്ട് കാലം മുതൽക്കേ അതങ്ങനെയാണ്. ഇവിടെയാണ് ആചാര്യ ദേവോ ഭവ എന്നും മാതാപിതാ ഗുരുവെന്നുമുള്ള ആപ്തവാക്യങ്ങളുടെ പ്രസക്തി. വിദ്യാഭ്യാസം ഒരു ശക്തിയാണ്. അത് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നതിനും ഉത്തരവാദിത്വത്തോടെ മറികടക്കുന്നതിനും മുന്നറിവ് ആവശ്യമാണ്. അറിവ് നേടുന്നതിന് എന്തായാലും ഒരു അടിത്തറ അനിവാര്യം തന്നെ. അതാണ് ഒരുവന്റെ ശക്തി, മനോബലം എന്നൊക്കെ പറയാം. രാജാവിന്റെ സ്വത്വബോധം വിശാലമാക്കി കൊടുക്കുന്നതിൽ ഗുരുവിന് പ്രധാന പങ്കുണ്ട്. തക്ക സമയത്ത് ഒരു തലമുറയിൽ നിന്നും നേടിയത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിലാണ് ഗുരുവിന്റെ വിജയം എന്ന് പറയാം. ഗുരു ജീവിതത്തിലൂടെയാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഗുരുവെന്നാൽ അജ്ഞതയാകുന്ന ഇരുട്ടിനെ മാറ്റിക്കൊടുക്കുന്നയാളാണ്. ഒരു നൃപന് മുന്നറിവില്ലാത്ത കാര്യങ്ങളിൽ ആവശ്യാനുസരണം അനുയോജ്യമായ വിവരങ്ങൾ കൈമാറുക വഴി അദ്ദേഹത്തിന്റെ കർത്തവ്യം സഫലമാകുന്നു. ഒരു ഗുരുവിന്റെ കർത്തവ്യം സഫലമാകുന്നു. അതുകൊണ്ട് ഒരു രാജാവ് സദാ ഗുരുവിന് ഒരു മഹസ്ഥാനം നൽകണമെന്നും അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നും തിരുവള്ളുവർ ഈ കുറളിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. കുറൾ 442. ഉറ്റനോയ് നീക്കി ഉറ അമൈ മുറുകാക്കും പെറ്റിയാർ പേണിക്കൊളൽ. വന്നവന നീക്കി അഴൽ തീണ്ടാതെ കാക്കുന്ന വന്ത്രജനപാലനം യുക്തം. ഓവർ. താങ്ക് യു സർ. Qural 442 explains the favor of the great, which removes sorrow and prevents future grief, is a weapon that subdues even enemies. Favor of noble and powerful individuals has to strengthen to erase existing sorrows, present sufferings, and also prevent future grief by offering protection and support. Such favors is compared to the powerful weapon that can even turn adversaries into allies. It has three teachings: the power of benevolence, the support of virtuous and capable people can transform lives. Strategic values means favors from the wise and strong people act as a shield against adversity. And finally, the moral leadership. True greatness lies in uplifting others and removing sufferings. And this Kurulek highlights the importance of seeking and bestowing of grace in human relationships, governance, and ethical conduct from senior people, elder people, knowledgeable people.
കുരൾ 442. Favor of man, erasing sorrows and able to prevent further grief should be attained. Uttanoi niki, ura amai, murkakum, pettiar, പേണിക്കോളൽ. കുരൾ 443. அரியவற்றுளெல்லாம் அரிதே பெரியாரை பேணி തമരാക്കൊളൽ. അരിയവയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പാടുള്ളതാണ്, കിട്ടാൻ റയറസ്റ്റ് തിങ്, അതാണ് പറയുന്നത്. അതായത് നമ്മളെക്കാളും കൂടുതൽ അറിവുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചെത്തി അവരുടെ നമ്മളോട് കൂടി ചേർക്കണം എന്നതാണ് ഇതിൻ്റെ സാരാംശം. പെരിയാரை போற்றி தமக்கு சுற்றத்தாராக்கி கொள்ளுதல் பெறத்தக்க அரிய பேறுகள் எல்லாவற்றிலும் அருமையானதாகும். അരിയെന്ന് വെച്ചാൽ റയറസ്റ്റ് തിങ്, അതായത് നമ്മളെക്കാളും ബുദ്ധി കൂടിയ ആൾക്കാരുടെ സ്നേഹം റയറസ്റ്റ് തിങ്ങാണ്. അത് നമ്മൾ അങ്ങനെ ഒരു സ്നേഹം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാനാണ് എന്നാണ് വള്ളുവർ ഇവിടെ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. അധികാരം 45. പെരിയാരെ തുണൈക്കോടൽ, മഹത്തുക്കളെ തുണയാക്കൽ. മുൻ അധികാരത്തിൽ പറഞ്ഞ 6 വിധ ദോഷങ്ങളും വെടിഞ്ഞ അരജൻ തന്റെ മാർഗം പിഴയ്ക്കാതിരിക്കുവാനും വിജയത്തിന്റെ വീതിയിലൂടെ തന്നെ നയിക്കുവാനും പ്രാപ്തരായ മഹാന്മാരുടെ തുണ നേടേണ്ടതാണ്. ജ്ഞാനികൾ, പുരോഹിതന്മാർ, നിപുണരായ അമാത്യന്മാർ എന്നിവരൊക്കെ അതിൽപ്പെടും. രാജവാഴ്ച കുറ്റമറ്റതായിരിക്കുക എന്നതാണ് പരമപ്രധാനമെന്ന് തിരുക്കുറൾ ഉത്ബോധിപ്പിക്കുന്നു. കുറൾ 453. 443. അരിയവറ്റുൾ എല്ലാം അരിതേ പെരിയോരൈ പേണി താമര കൊളൽ. അരിയതിലരിയതാം വിജ്ഞരെ സ്നേഹിച്ചു തനതാക്കി ശുശ്രൂഷ ചെയ്യൽ. പരിചിതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരാൾ സംശയനിവൃത്തിക്കായി വിവരമുള്ളവരോട് വഴി ചോദിക്കും. തനിക്കറിയാത്ത ഒരു കാര്യം വിവരമുള്ളവരോട് ചോദിച്ചറിയുക എന്നത് പണ്ടേയുള്ള നാട്ടുനടപ്പാണ്. എന്നാൽ ധാർഷ്ട്യവും അവിവേകവുമുള്ള ഒരു ഭരണാധികാരി തന്റെ അറിവ് തന്നെയാണ് അവസാനത്തെ അറിവ് എന്ന് ധരിച്ച് ഊറ്റം കൊള്ളുന്നു. പരസ്യമായി സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും അപക്വമായി സംസാരിച്ച് നാൾക്കുനാൾ അപഹാസ്യനാകുന്നു. അങ്ങനെ ഒരാളിന്റെ ഭരണ നിലവാരം എങ്ങനെയായിരിക്കും? അത്തരം ദുഷ്പ്രവണതകളെ കർശനമായി വിമർശിക്കുകയും വിലക്കുകയും ചെയ്യുന്നു കുറൾ. സംഗതിവശാൽ ഭരണകർത്താവായി പോയി എന്ന് വെച്ച് എന്തിലും ഏതിലും അവസാന വാക്കു പറയാനുള്ള സർവജ്ഞത്വം ഒരു അല്പജ്ഞൻ ഉണ്ടാവണമെന്നില്ലല്ലോ. നല്ലൊരു ഭരണകർത്താവാകണമെങ്കിൽ എല്ലാത്തരം അറിവും വേണം താനും. അതിനുവേണ്ടി തലമുതിർന്ന ലോകജ്ഞാനികളുടെയും അനുഭവ സമ്പത്തുള്ള വിദ്വാൻമാരുടെയും ഋഷിമാരുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ തേടണം. ബുദ്ധിമാനായ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് അവിധം ഉയർന്ന ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക എന്നതാണ്. ചുറ്റും നിൽക്കുന്ന സ്തുതിപാഠകന്മാർ തൻകാര്യം നോക്കികളും അതമർണ്യമുള്ളവരും അടിമകളും അല്പബുദ്ധികളുമായിരിക്കും. ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരി അവരുടെ ഉപദേശങ്ങളിൽ നിന്നും ഉപചാപങ്ങളിൽ നിന്നും ബുദ്ധിപൂർവം അകന്നു നിൽക്കേണ്ടതാണ്. വന്നുപോയ വീഴ്ചകൾ പരിഹരിച്ച് തുടർന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിച്ച് ഉപദേശങ്ങൾ നൽകാൻ പ്രാപ്തിയുള്ള ഗുരുജനങ്ങളെ ആശ്രയിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യുവാനുള്ള യജ്ഞമാണ് ഭരണമെന്ന് തിരിച്ചറിഞ്ഞ് ക്ഷേമധർമ്മങ്ങൾ യഥാവിധി നിർവഹിച്ച് ഒരു ഭരണാധികാരി സ്വസ്ഥാനം അലങ്കരിക്കേണ്ടതാണ്. സ്വയം ഭരിക്കണമോ ഭരിക്കപ്പെടണമോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. കുറൾ 443. താങ്ക് യു മാം. അരിയവറ്റുൾ എല്ലാം അരിതേ പെരിയോരൈ പേണി തമരാ കൊളൽ. അരിയതിലരിയതാം വിജ്ഞരെ സ്നേഹിച്ചു തനതാക്കി ശുശ്രൂഷ ചെയ്യൽ. താങ്ക് യു. അരിയവറ്റുൾ എല്ലാം അരിതേ പെരിയാரை പേണി തമരാക കൊള്ളൽ.
The greatest attainment is pleasing and befriending the nobler. Cherishing and associating closely with great individuals is the most significant achievement one can attain. Through their influence and guidance, one gains unparalleled greatness and virtue that cannot be diminished. Think of Ekalavya in the Mahabharata. Though his story has complexities regarding mentorship, his deep respect and unwavering focus on Dronacharya, even without direct tutelage, led him to attain extraordinary archery skills. This illustrates how devotion to and emulation of those considered great can unlock remarkable potential and achievement within oneself. Of all that is difficult to achieve, the most difficult is to cherish great men and make them your own. Thank you. Kural 443. Kural 443. அரியவருள் எல்லாம் அரியே பெரியாரே பேணி தமராக கொளல். Kural 443. 444. Adhiban sir. குறள் 444. தம்மிற் பெரியார் தமரா ஒழுகுதல் வன்மையுள் எல்லாம் தலை. நம்மை விட பெரியவர்களை நட்பாக்கிக் கொள்ளுதல் எல்லாவற்றிலும் சிறந்தது. தன்னேக்காள் யோக்கியராய் உள்ளவரை സ്നേഹിച്ച് അവരെ നമ്മുടെ കൂടെ ചേർക്കുന്നതാണ് വലിയ കാര്യം എന്നാണ് കുറൾ പറയുന്നത് ഇവിടെ. അതായത് എപ്പോഴും നമ്മളെക്കാളും ബുദ്ധി കൂടിയവരെ നമ്മുടെ ഒരു ഫ്രണ്ടാക്കിക്കൊള്ളണം എന്നാണ് അതിൻ്റെ സാരാംശം. ഓവർ സർ. തന്നിലും വലിയവരെ മാനിച്ചു പോയി ഗുണം തന്നെ ആ മഹിമകളിൽ മുഖ്യം. നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരെ, നമ്മളെക്കാളും കൂടുതൽ ലോകപരിചയമുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും മുഖ്യമായ ഒരു പ്രോസസ്സ്. So it is most precious among habits to keep link with those who are excellent in knowledge compared to oneself. So Kural 445. Adhiban sir. குறள் 445. சூழ்வார் கண்ணாக ஒழுகலான் மன்னவன் சூழ்வாரை சூழ்ந்து கொளல். அதாவது ஒரு அரசனுக்கு கண்கள் അറിഞ്ഞர்கள்னா ബുദ്ധിമാൻകൾ. കണ്ണ് പോലെയാണ് ഈ ബുദ്ധിജീവികൾ എന്ന് പറയാം നമുക്ക്. അതുകൊണ്ട് ആകവേ ആരാய்ந்து ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് അവர்களை നட்பாക്കി കൊള്ള வேண்டும் എന്നാണ് വள்ളുവർ പറയുന്നത്. അതായത് യുക്തമാർഗങ്ങൾ കണ്ടെത്തും പണ്ഡിതർ ഇവരെ ராஜன் ஒரு ராஜாவு അവർ യോഗ്യർ ആണ് എന്ന് കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്ത് അവരെ നിർത്തി ചെയ്യണം. അതായത് അവരാണ് ആ കിങ്ങിൻ്റെ കണ്ണുകൾ പോലെയാണ്. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങാരുടെ കണ്ണുകൊണ്ടാണ് നമ്മളെല്ലാം കാണുന്നത്, എല്ലാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കണ്ണുപോലെയാണ് അറിஞர்கள், അതായത് ബുദ്ധിമാൻകൾ. അവരെ നമ്മൾ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിർത്തണം എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. അധികാരം 45. ഗുരുജന സഹായം. കുറൾ 445. ചൂഴ്വാർ കണ്ണാക ഒഴുകലാൻ മന്നവൻ
ചൂഴ്വാരൈ ചൂഴ്ന്നതു കൊളൽ. സജീവരെ കണ്ണാക്കി മരുവേണ്ട മന്നവൻ അവരെ ആരാഞ്ഞ് കൈക്കൊള്ളുക. ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിക്കേണ്ടവനായ രാജാവിന്റെ കണ്ണുകൾ തന്നെയാണ് മന്ത്രിമാർ. രാജാവിന് എല്ലായിടത്തും ഒരേ സമയം ചെന്ന് ജനജീവിതം നേരിൽ കണ്ട് സത്യാവസ്ഥ അറിയാൻ കഴിയുകയില്ലല്ലോ. സ്വന്തം കണ്ണുകൾക്ക് പകരമുള്ള കണ്ണുകളായി വേണം മന്ത്രിമാരുടെ സേവനം ലഭ്യമാകേണ്ടത്. അവർ സത്യം കാണുന്നവരായിരിക്കണം. ഓരോ രംഗത്തും വൈദഗ്ധ്യം തികഞ്ഞവരുമായിരിക്കണം. സത്യവാദികളും വിശ്വസ്തരുമായിരിക്കണം. അതിനാൽ അവരെക്കുറിച്ച് നല്ലവണ്ണം ആരാഞ്ഞറിഞ്ഞ് മന്നവൻ അവരെ സ്വീകരിക്കുകയും അവരുടെ സഹായം തേടുകയും വേണം. സേവക വ്യൂഹത്തോട് ചേരും അധികാരിയെ ഏറെ അറിഞ്ഞവരെ കൈക്കൊള്ളണം. മുഗൾ ചക്രവർത്തിമാരിൽ പ്രധാനിയായിരുന്നു അക്ബർ. അദ്ദേഹത്തിന്റെ മന്ത്രിമാർ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നു. സാമ്രാജ്യത്തിന്റെ വികസനത്തിനും തന്റെ ജനതയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനുമായി വിവിധ മേഖലകളിലെ പ്രഗത്ഭരെയാണ് അദ്ദേഹം തന്റെ മന്ത്രിമാരായി നിയോഗിച്ചത്. ജാതിമത വർണ്ണഭേദമില്ലാതെ അതിവിദഗ്ധരെ. അതിൽ പ്രധാനിയായിരുന്നു ധനകാര്യമന്ത്രിയായിരുന്ന രാജാ തോഡർമാൾ. വളരെ ആസൂത്രിതമായ ധനവിനിയോഗം നടത്തി രാജ്യത്തിന്റെ മുഖഛായ തന്നെ മാറ്റി മുഗൾ സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയാകാൻ അക്ബറിനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ധനവിനിയോഗം തന്നെയാണ്. അതിൽ ഒരു ധനകാര്യമന്ത്രിയുടെ പാടവം അക്ബറിനോളം തന്നെ നമുക്ക് തോഡർമാളിലും കാണാൻ കഴിയും. മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഭരണവ്യൂഹവും ജനവും എക്കാലവും ജാഗ്രത പുലർത്തണമെന്ന് നമുക്കറിയാം. എന്നാൽ പലപ്പോഴും ഇന്ന് നമ്മുടെ അനുമാനങ്ങൾക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള തിരഞ്ഞെടുക്കലാണ് നടക്കുന്നത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല തിരുവള്ളുവർ ഈ കുറൾ നമുക്കായി വെച്ച് നീട്ടുന്നത്. കുറൾ 445. ചൂഴ്വാർ കണ്ണാക ഒഴുകലാൻ മന്നവൻ ചൂഴ്വാരെ ചൂഴ്ന്നത് കൊളൽ. സജീവരെ കണ്ണാക്കി മരുവേണ്ട മന്നവൻ അവരെ ആരാഞ്ഞ് കൈക്കൊള്ളുക. ഓവർ. താങ്ക് യു സർ. Rule 445 emphasize the importance of wise counselors and their role in guiding rulers and society. Those who give good counsel are called gurus or wise teachers. A king should seek their aid, for they are the one who truly know what is best. Those who give good counsel, they are revered as gurus, and wise rulers means leaders must rely on such advisors to make just and effective decision. True wisdom lies not just in power, but in seeking and following good advice. There are 3 teachings. First, the value of counselors. Just as a guru gave discipline and good advisor steer kings or leaders towards righteousness. And humility in leadership is the second quality. And even the most powerful should recognize and seek wisdom from the learned. And the third one is wisdom over authority, knowledge and sound judgment hold higher values than mere rank of powers. Scroll 445. Chulvar Kannaga Uruganal Mallavan Chul Vaivare Chuld Kolal. Scroll 446. தக்கா ரினத்தனாய் தானொழுக வல்லானை செற்றார் செயக்கிடந்ததில். அதாவது பெரியவர்களை
துணையாக கொண்டவனை பகைவர்கள் என்ன செய்ய முடியும்? பெரியவர்கள்னா நல்ல നമ്മളെക്കാളും അറിവിൽ കൂടിയ ആൾക്കാരുടെ തുണை കൂട്ടുകെട്ട് നമുക്ക് ഉണ്ടെങ്കിൽ പகைവர்கள் എനിമി നമ്മളെ എതിർക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വള്ളൂർ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. കുറിൽ 446. തക്കാരിനത്തനായി താനൊഴുക വല്ലാനായി ചെറ്റാർ ചെയ്യക്കിടന്തതുൽ തക്കപടി യോഗ്യരോട് വാഴുന്നോരരജനെ പറ്റലർക്കാകാ ചതിക്കാൻ. ഭരണനേട്ടം എന്നാൽ ഭരണം കൊണ്ട് ഭരണാധികാരി സ്വകാര്യമായി നേടിയ സമ്പാദ്യം എന്നല്ല അർത്ഥം. നാടിനും ജനങ്ങൾക്കും ഒരു ഭരണം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന അന്വേഷണത്തിന്റെ ഏറ്റവും മികച്ച ഉത്തരമാവണം അത്. അനുഭവസമ്പന്നരും മഹാജ്ഞാനികളും നിഷ്പക്ഷരുമായ ഗുരുസന്നിഭന്മാരെ ഒപ്പം നിർത്തി അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ ഒരു സത്ഭരണത്തിന്റെ സമ്പ്രദായം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുന്നവനാണ് ഉത്തമനായ ഭരണാധികാരി. അത്തരം സതുപദേശങ്ങളാണ് ഒരു ഭരണാധിപന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല നേട്ടങ്ങൾ. ത്രിലോകജ്ഞാനികളും നിസ്സംഗരും ദേവതുല്യരുമായ ഋഷീശ്വരന്മാരായിരുന്നു പുരാതന രാജവംശങ്ങളുടെ കുലഗുരുക്കന്മാർ. അവർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു ധർമ്മനിരതരായ അന്നത്തെ രാജർഷിമാർ നാടുവാണിരുന്നത്. സൂര്യവംശത്തിന് വസിഷ്ഠ മഹർഷിയായിരുന്നു കുലഗുരു, ചന്ദ്രവംശത്തിന് ഗർഗനും. മറ്റുള്ളവരെ ഭരിക്കുന്നവർ ആദ്യം അവനവനെ തന്നെ ഭരിക്കാൻ പഠിക്കണം എന്നൊരു ചൊല്ലുണ്ട്. കലങ്ങിമറിയുന്ന വെള്ളത്തിൽ നിന്നും അയാൾ പ്രശാന്തിയുടെ മത്സ്യം പിടിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അതത്രേ ഏറ്റവും മികച്ച ഭരണത്തിന്റെ നയതന്ത്രം. സ്വന്തം നിലയ്ക്ക് താൻ തന്നെ ജന്മനാ സർവജ്ഞനാണല്ലോ, ഇനി എന്തിനാണ് മറ്റൊരു ഉപദേശം എന്ന അഹങ്കാരത്തോടെ താൻ തന്നെയാണ് നിയമം എന്ന ഹുങ്കോടെ ഭരിക്കുന്ന രാജാവ് എത്രയും വേഗം പട്ടൊടുങ്ങുകയും അതിനു മുമ്പ് രാജ്യം മരുഭൂമിയാക്കുകയും ചെയ്യുന്നു. പാദസേവകർ, വിവരദോഷികളായ സ്തുതിപാഠകന്മാർ, അഭിനയ വിദൂഷകന്മാർ, ഭാര്യ, മക്കൾ, മരുമക്കൾ, ചൂഷകന്മാരായ ഉദ്യോഗസ്ഥ തസ്കരന്മാർ തുടങ്ങിയവരുടെ ദുരുപദേശങ്ങളിലും ദൂഷിത വലയങ്ങളിലും പെട്ട് ഭരണം നടത്തുന്ന നൃപന്മാർ അല്പബുദ്ധികൾ എന്ന നിലയ്ക്ക് സ്വയം നശിക്കുന്നു. പ്രജകൾക്ക് നേരെ അഴിച്ചുവിടുന്ന അധാർമികമായ ഹിംസകൾ മൂലം അവർക്ക് നരകം പോലും അപ്രാപ്യമാകുന്നു. മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരും വിമർശനം വെറുക്കുന്നവരുമായ ഭരണാധികാരികൾ മന്ദബുദ്ധികളായ അധികാരിമോഹികളാകുന്നു എന്ന് ഖുറൽ ഉത്ബോധിപ്പിക്കുന്നു. ദൃഢവാക്യന്മാരും തിന്മ കണ്ടാൽ അപ്പോൾ തന്നെ സ്ഫുടമായി ഖണ്ഡിക്കുന്നവരും സദ്ബുദ്ധി ഉപദേശിക്കുന്നവരുമായ ഗുരുജനങ്ങളുടെ സംരക്ഷണമില്ലാത്ത രാജാവ് നശിപ്പിക്കാൻ മറ്റാരും ശ്രമിച്ചില്ലെങ്കിലും സ്വയം നശിക്കുന്നു. പാപ്പാനില്ലാത്ത മതയാനയെ പോലെ ആ ഭരണം തോന്നിയ വഴിക്കെല്ലാം പോയി നാശങ്ങൾ വിതയ്ക്കുകയും ഒടുവിൽ സ്വയം നശിക്കുകയും ചെയ്യുന്നു. നല്ലവർക്കു വേണ്ടി ഏറ്റവും നല്ല നിയമങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണങ്ങളും ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളിൽ നിന്നാണ് എന്നും ഖുറൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഖുറൽ 446. തക്കാരിനത്തനായി താനൊഴുക വല്ലാനായി ചെറ്റാർ ചെയ്യക്കിടന്തതു ഇൽ തക്കപടി യോഗ്യരോട് വാഴുന്നോരരജനെ പറ്റലർക്കാകാ ചിന്തിക്കാൻ. താങ്ക് യു. Qural 446 highlights the power of virtuous companionship. That itself is for protecting a person from harm. If one clings to the virtuous, even if enemies attack, no harm will be behaved. But if one abandons the good, even if they escape, ruin follows. There are 3 teachings. The protection through virtue. Just being in the company of wise and righteous people wards off misfortune and danger of bad influence. Evil companionship ultimately begins or brings ruin. Karmic security. Virtue itself became armor. Enemies' malice cannot prevail against it. Earlier Qurals 442 and 445
In 442, it is favor of great. And 445, the wise counselors as gurus. And 446 extends the idea virtuous bonds safeguard individuals from external threat. Kurul 446, Takkarinattanai, Tanoluga, Vallane, Chettar Chekdad Il. 447. இடிக்கும் துணையாரை ஆழ்வாரை யாரே கெடுக்கும் தகைமை அவர். அதாவது தவறுகளை தெற்றுகளை சூண்டி காணிக்கின்ற ஃப்ரெண்ட்ஸ், தவறுகளை சுட்டி காட்டும் நண்பர்களை உடையவரை யாராலும் கெடுக்க முடியுமா? முடியாது. அதாவது മുഖം നോക്കാതെ നിർദ്ദേശം നൽകുന്ന കൂട്ടുകാരാണ് നമുക്ക് വേണ്ടിയത്. അങ്ങനെ കൂട്ടുകാർ ഉള്ള ആളിനെ யாரும் அவரை തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് വള്ളൂർ പറയുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവർ யாராலும் കെടുക്ക முடியுமா, അവരെ ദ്രോഹിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് ആൻസർ. ഓവർ സർ. അധികാരം 45, കുറൾ 447. ഇടിക്കും തുണയാരെ ആൾവാരെ ഏറെ കെടുക്കും തകയുമയ്യവർ, ഖണ്ഡിക്കും ഇഷ്ടരെ ഉൾക്കൊള്ളും മന്നന് ദണ്ഡമേൽപ്പിക്കാൻ അരരിയോ. ഞാൻ എഴുതി വെച്ച അത് തന്നെയാണോന്ന് എനിക്കറിയില്ല. ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിക്കേണ്ടവനായ രാജാവിന്റെ കണ്ണുകൾ തന്നെയാണ് മന്ത്രിമാർ. മന്ത്രിമാരെ കുറിച്ച് പറയുന്നല്ലേ സർ? അത് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഞാൻ 47 വായിച്ചോളാം. ഉണ്ട് 447. ഇടിക്കും തുണയാരെ ആൾവാരെ യാരെ കെടുക്കും തകയുമയ്യവർ, ഖണ്ഡിക്കും ഇഷ്ടരെ ഉൾക്കൊള്ളും മന്നന് ദണ്ഡമേൽപ്പിക്കാൻ ഒരരിയോ. വേറെ ഒരു ഭരണാധികാരിക്ക് തന്റെ പ്രജകൾക്കായി ധാരാളം നല്ല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ എതിർഫലം ഉണ്ടാകുന്ന പ്രവൃത്തികളും ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തെറ്റുകൾ കണ്ടാൽ അവയെ നിശിതമായി വിമർശിക്കുവാനും നേരായ വഴി നിർദ്ദേശിക്കുവാനും മടിക്കാതെ ദീർഘദൃഷ്ടിയുള്ള വിദ്വജ്ജനങ്ങളെ അവർ പറയുന്നത് തന്റെയും നാടിന്റെയും നന്മയ്ക്കാണല്ലോ എന്ന് കരുതി എതിർക്കാതെ നല്ല അർത്ഥത്തിൽ ഉൾക്കൊണ്ട് സ്നേഹാധിക്യത്തോടെ അവരെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രാജാവിന് അപകടം വരുത്തുവാൻ തക്ക ശക്തിയുള്ള ഒരു ശത്രു ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. ഉദാഹരണമായി, സീതാപഹരണം പാപമാണെന്നും ശ്രീരാമൻ അവതാര പുരുഷനാണെന്നും അദ്ദേഹത്തിന്റെ പത്നിയെ ലങ്കയിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത് ഒരു രാജാവിന് ഭൂഷണമല്ല, മറിച്ച് അത് വൈക്കോൽ കൂനയിൽ തീക്കൊള്ളി കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ അപകടം ക്ഷണിച്ചു വരുമെന്നും വംശനാശവും ശാപവും ഉണ്ടാകാൻ സാധ്യതയുമുള്ളതാകയാൽ സീതയെ ശ്രീരാമന്റെ സമീപത്തേക്ക് അയക്കാൻ വിഷ്ണു ഭക്തനായ വിഭീഷണൻ സഹോദരനായ രാവണനോട് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ചെവിക്കൊള്ളാതെ ഒരു മഹാസാമ്രാജ്യം തന്നെ ഇല്ലാതാക്കുകയാണ് രാവണന്റെ ധാർഷ്ട്യം വരുത്തിവെച്ച വിന. തുണ ചെയ്യുന്നോരെ തോഴരെങ്കിൽ ജനിച്ചിട എതിരാളികൾ മന്നന്. ഇതിന്റെ മറ്റൊരു അർത്ഥമാണ്. അതായത് അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ആധുനിക ഭരണ സംവിധാനത്തെയും അതിൽ ജനജീവിതം ദുസ്സഹമാകുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നവർക്ക് നേരെ വിപരീത വിചാരം ഉണ്ടാകാതെ വിമർശനമായി ഉൾക്കൊള്ളാതെ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ അനുഭാവപൂർവം ശ്രദ്ധിക്കുകയും തിരുത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും തുടർ ഭരണം അവർക്ക് തന്നെ ലഭിക്കും. ജനം അവരെ പിന്തുണയ്ക്കും. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് അത്തരക്കാരെ ഭരണാധികാരികൾ ശത്രുതയോടെ കാണുകയും
അവർക്കെതിരെ പ്രവർത്തിക്കുന്നതുമാണ് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നത്. രാജാവ് ഒരു രാജ്യത്തിന്റെ അധിപൻ എന്ന പോലെ ഒരു കുടുംബമാകട്ടെ, ഒരു കാര്യാലയമാകട്ടെ, മറ്റേതെങ്കിലും സംരംഭമാകട്ടെ, ഏതിൻ്റെയും തലപ്പത്തിരിക്കുന്നവർ അനുഷ്ഠിക്കേണ്ട, ചെവി കൊടുക്കേണ്ട വിഷയത്തെക്കുറിച്ചാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ എതിരില്ലാ രാജാവായി അവരവരുടെ മേഖലയിൽ ശോഭിക്കാൻ ഓരോരുത്തർക്കും ഈ കുറളിലൂടെ തിരുവള്ളുവർ മാർഗനിർദ്ദേശം നൽകുന്നത്. കുറൾ 447 ഇടയ്ക്കും തുണയ്യാരെ ആൾവാരെ യാരെക്കെടുത്തും തകൈമയ്യവർ ഖണ്ഡിക്കും ഇഷ്ടരെ ഉൾക്കൊള്ളും മന്നന് ദണ്ഡമേൽപ്പിക്കാൻ ഒരരിയോ. ഓവർ. താങ്ക് യു സർ. Quran 447 or 47 state that who can spoil those getting helpful rigid instruction from gurus? Who can corrupt a man who has the support of wise who can advise him when he errs? Kings do wrong things because there is no one to stand in their actions. If king performs all his action under the guidance of the elders, then these elders will correct him when he takes any wrong step. Who are great enough to destroy him, who has servants that have power to rebuke him? ഒരുവനെ ശാസിക്കാൻ അധികാരമുള്ള ദാസന്മാർ ഉള്ളപ്പോൾ അവനെ നശിപ്പിക്കാൻ തക്ക വലിയവർ ആരും ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു. Qural 447 ഇടിക്കും തുണയാരെ ആൾവാരെ യാരെ കൊടുക്കും തകൈമേയവർ 448. குறள் 448 இடிப்பாரை இல்லாத ஏமரா மன்னன் കെടുപ്പാറിലാനും കെടും. ഇത് നേരത്തെ പറഞ്ഞ കുറളിൻ്റെ ആപ്പോസിറ്റാണ്. അതായത് ഇടിത്തുറയ്പ്പാർ ഇല്ലാத തനി മന്നൻ പകை ഇല്ലാമലേയെ കെടുവാൻ. അതായത് നല്ല നിർദ്ദേശം നൽകുന്ന മന്ത്രി ഇല്ലാത്ത ഒരു அரசன், கிங்கு, காவல் இல்லாதவன், அவனுக்கு காவல் இல்லை, அவனுக்கு ப்ரொடெக்ஷன் ஒன்றும் இல்லை, அவன் சத்துருக்கள் இல்லாத തന്നെ മാഞ്ഞു പോകും, അഴിഞ്ഞു പോവാൻ, കെട്ടുപോകും എന്നാണ് ഇവിടെ വള്ളുവർ പറയുന്നത്. അതായത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്ക് വേണം. അങ്ങനെ ഇല്ലാത്തവൻ ശരിക്കും ഇല്ലാതാകും. അവനക്ക് ഒരു പகைவர், അവന് ഒരു എനിമിയുടെ ആവശ്യമില്ല എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. പണ്ടിപ്പോരറ്റ നിർഭൻ കെടും ശത്രുക്കളുണ്ടായിടും താനെ. Even no enemies to destroy, king will be destroyed if he is not guarded by gurus of hard admonition. ഗുരുവിൻ്റെ സാന്നിധ്യവും ശ്രദ്ധയുമില്ലാത്ത ഏതൊരു രാജാവും ഏതൊരു വ്യക്തിയും അറിവുള്ളവരുടെ ചുറ്റുപാടിൽ വസിക്കാത്ത വ്യക്തികളെല്ലാം അവർക്ക് ഒരുപക്ഷെ എനിമികൾ അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകണമെന്നില്ല, എങ്കിൽ പോലും അവർക്ക് അവരുടെ ആ പവർ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഖുർആൻ 448 പറയുന്നത്. ഇടിപ്പാരെ ഇല്ലാതെ ഏമരാമന്നൻ കൊടുപ്പാരിലും കെടും. ഖുർആൻ 449. எஸ் சார். முதலிலார்க்கு ஊதியமில்லை, மதலையாம் சார்பிலார்க்கு இல்லை நிலை. അതായത് മുതൽ മുടക്കാതെ വ്യാപാരം ചെയ്യുന്ന ആൾക്കാർക്ക് ലാഭം കിട്ടത്തില്ല. അതുപോലെ നല്ല കൂട്ടുകാർ ഇല്ലാത്തവർക്ക് ഇൻപമില്ല. അതാണ് അതിൻ്റെ അത്. അതായത് മുതലില്ലാതെ ഒരു വ്യാപാരം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവനക്ക് ലാഭം കിട്ടത്തില്ല. അതേപോലെ നമുക്ക്
நல்ல ജീവിതത്തിൽ நல்ல നட்പ് നല്ലവരുടെ തുണை ഇല്ലെങ്കിൽ അവനക്ക് ജീവിതത്തിൽ നല്ലത് ഒന്നും നടക്കത്തില്ല, ഇൻപം കിട്ടത്തില്ല എന്നാണ് പറയുന്നത് വള്ളുവർ. ഓവർ സർ. താങ്ക് യു സർ. കുറൾ 449. முதலில் ஆர்க்கு ஊதியம் இல்லை, மதலையாம் ചാർപ്പിലാർക്കു ഇല്ലൈ നിലൈ. മുതലില്ലാത്തോർക്ക് ഇല്ല ലാഭം, പിന്താങ്ങുന്ന തുണയില്ലാത്തോർക്കു നിൽപ്പില്ല. എന്താണ് ഒരു നല്ല രാജാവിന് കിട്ടുന്ന ലാഭം? ലോകം എന്നും വാഴ്ത്തുന്ന യശസ്, ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ, ചരിത്രത്തിൽ അഴിവില്ലാത്ത ഒരിടം, തുടർന്നു വരുന്ന ഭരണാധികാരികൾക്ക് എക്കാലത്തും മാതൃകയായിരിക്കുവാനുള്ള ഭാഗ്യം, മരിച്ചാലും ചിരഞ്ജീവിത്വം. ഇപ്പറഞ്ഞ ദൈവികമായ ലാഭങ്ങൾ നേടുവാൻ ഒരു രാജാവ് ചെയ്യേണ്ട മുതൽമുടക്ക് എന്താണ്? ശുദ്ധമായ ഭരണം മാത്രം, ധർമ്മം പിഴയ്ക്കാത്ത നീതി, അചഞ്ചലമായ ആദർശനിഷ്ഠ, നിസ്വാർത്ഥത, സത്യസന്ധത, ഇതൊക്കെ തന്നെ. മുതൽമുടക്കില്ലാത്ത വാണിജ്യങ്ങൾക്ക് ലാഭമില്ല. ലാഭത്തിനു വേണ്ടി അവർ യാതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഭരണാധികാരിയും. പിന്താങ്ങുവാൻ തക്ക ഉപദേഷ്ടാക്കളില്ലാത്ത രാജാവ് നിലനിൽക്കുന്നില്ല. ഭൂപാലകന്മാരെ സംബന്ധിച്ചിടത്തോളം പല പല ശത്രുക്കളുമായി ഉണ്ടാക്കി വയ്ക്കുന്ന പകയേക്കാൾ 10 ഇരട്ടി ദോഷം ചെയ്യുന്നതാണ് നല്ലവരും വിവേകികളുമായിട്ടുള്ള സജ്ജനങ്ങളുടെ സഖ്യം വിട്ടുകളയുക എന്നത്. ഏതൊരു ഭരണത്തിന്റെയും ഏറ്റവും ഭദ്രമായ ആധാരശില സത്യമാകുന്നു. അതിൽ നിന്ന് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്വയം വ്യതിചലിക്കുന്ന രാജാവ് ആദ്യമായി അവനവനെ തന്നെ വഞ്ചിക്കുന്നു. തൽഫലമായി നാട് അരക്ഷിതാവസ്ഥയിലേക്ക് താഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. വലിയ ആളുകളുടെ പ്രശംസകൾ നേടുന്നതിൽ മാത്രം അഭിരമിക്കുന്ന മുഖസ്തുതി പ്രിയനായ രാജാവ് അവനവന്റെ തന്നെ ഒന്നാമത്തെ ശത്രുവാകുന്നു. കർശനമായ നിയമങ്ങൾ കൊണ്ട് മാത്രം ഒരലസനെ അധ്വാനശീലനാക്കുവാൻ ഒരു രാജാവിനും കഴിയില്ല. ഉപായങ്ങൾ പലവിധം. അവയെക്കുറിച്ചുള്ള അറിവും പ്രയോഗചാതുര്യവും ഒരു നല്ല രാജാവിനുണ്ടായിരിക്കണം. അസ്വതന്ത്രരായ ജനങ്ങളുള്ള ഒരു രാജ്യം അഭിവൃദ്ധി അറിയുന്നില്ല. സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അറിഞ്ഞ് അനുഭവിക്കുന്ന ജനങ്ങളുള്ള ഒരു നാട്ടിലെ നിയതവും സുസ്ഥിരവുമായ ഒരു ഭരണക്രമം ഉണ്ടാവൂ. കുറൾ 449. മുതലിൽ ആർക്കു ഊതിയം ഇല്ലൈ, മതലയാം ചാർപ്പിലാർക്കു ഇല്ലൈ നിലൈ. മുതലില്ലാത്തോർക്ക് ഇല്ല ലാഭം, പിന്താങ്ങുന്ന തുണയില്ലാത്തോർക്കു നിൽപ്പില്ല. താങ്ക് യു. Okay. Moral 449 states that trader lacking capital has no form. Those lacking advisors leading to right path have no survival. Who lacks support of friends knows no stability. There can be no gain to those who have no capital, and in like manner, there can be no permanence to those who are without support of adherents. അതായത് മൂലധനം പിന്നാക്കം നിൽക്കുന്ന വ്യാപാരിക്ക് ലാഭമില്ല എന്ന് പറയുന്ന പോലെ ശരിയായ പാതയിലേക്ക് നയിക്കുന്ന ഉപദേഷ്ടാക്കളുടെ അഭാവമുള്ളവർക്ക് അതിജീവനവും ഇല്ലെന്ന് സാരം. ഓക്കെ, താങ്ക് യു. Kurul 450. பல்லார் பகை கொளவிர் பத்தடுத்த தீமைத்தே நல்லார் தொடர்கை விடல். அதாவது நல்லவர்களின் தொடர்பை கைவிடுவது என்பது பலருடைய பகையை தேடிக்கொள்வதை விட கேடு விளைவிக்கக்கூடியதாகும். ஒரு ஒரு குட் ஃப்ரெண்டு, இஃப் யூ லூஸ் ஒன் குட் ஃப்ரெண்டு, നമ്മൾക്ക് ഒരുപാട് പகைவர்களைக்காളും കിട്ടുന്ന ദോഷത്തിനേക്കാളും മോശം എന്നാണ് പറയുന്നത്. നല്ലാർ ஒருவரின் நட்பை விடுவது പലരെ പകയ്ത്തുக் കൊള്ളുവதை விட തീമയുടേതാകും. ഓവർ സർ. ഇന്നത്തെ അവസാന കുറൾ. പല്ലാർ പകൈ കൊളലിർ പത്തടുത്ത തീമൈത്ത് നല്ലാർ തുടർ കൈവിടൽ. പലരോടും പകയേക്കാൾ 10 ഇരട്ടി തിന്മ, നലമുറ്റോർ ബന്ധം
വിടുമ്പോൾ ഗുരുവുമായുള്ള ബന്ധം നിരസിക്കുന്നത് പലരിൽ നിന്നും ശത്രുത സ്വീകരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി അപകടകരമാണ്. സജ്ജന മമതാത്യാഗം പലരോടും വഴക്കായി ശാസ്ത്രവം കൊള്ളുവതേക്കാളും പന്മടങ്ങ് അപകാരമാം. യോഗ്യരായ മനുഷ്യരുടെ, ഇന്നത്തെ കുറളുകളെ എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ, യോഗ്യരായ ആളുകളുടെ കൂട്ടായ്മ ഉറപ്പാക്കാൻ കഴിവുള്ളവനെതിരെ ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ശപിക്കാൻ അധികാരമുള്ള ദാസന്മാരുള്ളവനെ നശിപ്പിക്കാൻ ആരാണ് അതിനേക്കാൾ വലിയവനായിട്ടുള്ളത്? പണ്ഡിതോചിതമായ ഉപദേശങ്ങൾ നൽകാൻ കഴിയുന്ന ആളുകളുടെ കാവലില്ലാത്ത രാജാവ് നശിപ്പിക്കാൻ മറ്റാരുമില്ലെങ്കിലും സ്വയം നശിച്ചു പോവുക തന്നെ ചെയ്യും. മൂലധനമില്ലാത്തവന് ഒരു നേട്ടവുമില്ല. അതുപോലെ അവന് സ്ഥിരതയും ഉണ്ടാകില്ല. നല്ലവരുടെ സൗഹൃദം ഉപേക്ഷിക്കുന്നത് പലരുടെയും വിദ്വേഷത്തിന് ഇരയാവുന്നതിനേക്കാൾ 10 മടങ്ങ് ദോഷകരമാണ്. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു രാജാവിന് നൽകുന്ന ഉപദേശങ്ങൾ. ഒരുപക്ഷെ രാജാവിന് മാത്രമല്ല, നമുക്കും ഇത് സ്വീകരിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ പണ്ഡിതന്മാരെ, അറിവുള്ളവരെ, ജ്ഞാനമുള്ളവനെ ഒക്കെ കൂട്ടായി സ്വീകരിക്കണം. അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും വേണം. ഞാനാണ് വലിയവനെന്നും പറഞ്ഞ് ജീവിച്ചാൽ അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞതുപോലെ ഇരിക്കും. എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. ഈ പ്ലാറ്റ്ഫോമിനോടും സാബു സാറിനോടും ആദി ഭഗവാൻ സാറിനോടും നയനാർ സാറിനോടും ഇവിടെ തർജ്ജമ നടത്തിയ മുഴുവൻ പേരോടും ഉള്ള എല്ലാ സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മെയ് മാസത്തിന്റെ ആദ്യത്തെ നമ്മുടെ ഖുറൽ അവതരണം നന്ദിയോടെ ഓർത്ത് ഞാൻ നിർത്തുന്നു. എന്റെ ഭാഗം നിർത്തുന്നു. ഓമന ടീച്ചറിന് മൈക്ക് കൈമാറി ഞാൻ വിടവാങ്ങുന്നു. Thank you, sir. Verse 450. പല്ലാർ പകൈക്കൊള്ളലിൽ പത്തെടുത്ത തിമൈത്തെ നല്ലാർ തുടർ കൈവിട. Rejecting relation with gurus is 10 times dangerous than receiving enmity of many. Cutting ties with wise guides is like walking into a forest blindfolded while making enemies along the way. The loss of their vision and protection leaves you far more vulnerable to trouble than facing many known adversaries. Imagine a young Kathakali dancer in Alappuzha who decides to ignore their seasoned guru's advice on technique and discipline, thinking they know better. By rejecting this guidance, they not only fail to progress in their art, but also risk alienating other dancers and musicians in the local troupe who respect the guru. This isolation and lack of skill development, consequences of rejecting the guru, can be far more detrimental to their artistic
journey than simply having a few rivals in the field. To forsake good friends is a tenfold greater evil than to be hated by countless enemies. As a conclusion of therefore, the unwavering support and insightful counsel of truly great individuals are the most invaluable assets one can acquire in life. By humbly seeking their guidance, we gain wisdom, avoid pitfalls, and attain a greatness that endures. I like to concentrate the spirit of chapter 45, seeking the aid of great men, in this two-line poem. Wise words, a lamp in darkness bright. Great souls, our stars, guiding our flight. Thank you, Sabu sir, for bringing us all together this Zoom session. I value the chance to connect with everyone. I appreciate the opportunity to participate and learn from everyone on this Zoom. Special thanks to Nayanar sir, Adi Bhagavan sir, Joshi sir, Usha ma'am, Sheila ma'am, Ulaganan sir, Roy sir, George sir, Ansari sir, Gio sir, Ramavati ma'am, Anil Kumar sir, Snehalada ma'am, Sabira ma'am, Chandrika ma'am, Gopakumar sir, and Samsung sir. Thank you. ഓക്കെ താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഇന്ന് പുതിയൊരു അധ്യായത്തിൻ്റെ പുതിയൊരു അറിവ്. എപ്പോഴും നമ്മുടെ കൂടെ ഉപദേശകർ വേണം, അല്ലേ? സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കരുത്. ഉപദേശങ്ങളിലൂടെ, വൈസായിട്ടുള്ള ഡിസിഷൻസിലൂടെ, ഗുരുസിൻ്റെ അറിവുകളിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ശത്രുക്കൾ പോലും നമുക്ക് അനുകൂലമായി മാറും എന്നുള്ള മഹത്തായ ഒരു ഇതാണ്. നമ്മൾ പൊതുവെ സ്വാർത്ഥന്മാരാണ്, അല്ലേ? നമുക്കെല്ലാം അറിയാം എന്നൊക്കെ നടിക്കുന്ന, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരിതാണ്. പക്ഷെ ഒരു ചെറിയ ആളിൽ നിന്ന് പോലും, ഒരുപക്ഷെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ഒരു ചെറിയ ആളിൽ നിന്ന് പോലും എടുക്കുന്ന അറിവ് നമുക്ക് അത്രയും പ്രയോജനകരമാകും. ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത്, പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പലപ്പോഴും നമ്മൾ വഴി ചോദിക്കാൻ പോലും മടിക്കും. ഗൂഗിൾ മാപ്പിനെയൊക്കെ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും കുളത്തിലോ തോട്ടിലോ ഒക്കെ ചെന്ന് ചാടുകയും ചെയ്യും. ആൾക്കാരോട് ചോദിക്കാൻ പോലും നമ്മൾ പലപ്പോഴും വൈമുഖ്യം കാണിക്കും. മോഹൻദാസ് സാർ പറയൂ. സാർ, ആദ്യം സാബു സാറിന്റെയും മറ്റുള്ളവരുടെയൊക്കെ മനോബലവും ദൃഢനിശ്ചയമായിരുന്നു. ഒരു കാരണവശാലും എന്താ പറയുക, എത്ര കനത്ത മഴ പെയ്താലും ഇടിവെട്ടിയാലും മിന്നലടിച്ചാലും കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിത് മുടങ്ങാതെ കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ദൃഢനിശ്ചയം തന്നെയാണ് മനസ്സിന്റെ ഒരു നന്നായിരുന്നു. ഇവിടെ കറണ്ട് എല്ലാം ഈ പറഞ്ഞ വിളിച്ചാലും മൊബൈലും ഇതാവുന്ന സമയത്ത് പോലും നമ്മൾ അതിജീവിച്ചു. അതാണ് എന്താ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ. അത് മാത്രമല്ല, ആദ്യം സാറ് ശരിക്കും ഇന്നാണ് സാറിന്റെ ആ എന്താ പറഞ്ഞത്, ഈ കുറവിന്റെ തന്നെയാണ് മഹത്വയുടെ തുണകോടൽ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സഹായം ഉള്ളതുകൊണ്ടാണ് അത് കടന്നു പോകുന്നത്. നമ്മളൊത്തിരി എന്താ പറയുക, നമ്മുടെ ഐശ്വര്യം മാത്രമല്ല, ബാക്കി എല്ലാം നിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇന്ന് തന്നെ ഓമന ടീച്ചർ വന്നിട്ട് നല്ല ഉദാഹരണങ്ങളാണ്, അത് ലൈവായിട്ടുള്ളതാണ്. കോട്ടയത്തെ ആ സുഗന്ധ ചെറുപ്പക്കാരന വ്യാപാരിയുടെ വളരെ മുതിർന്ന ഒരു വ്യാപാരിയായിട്ടുള്ള ഒരു സമ്പർക്കം, അദ്ദേഹത്തിന്റെ ഉപദേശം കൊണ്ട് അയാള് ആ പുള്ളിയുടെ തൊഴിലില് ഉന്നമനായിട്ട് വളരെ ഉന്നതി നേടി. അവസാനം അതുപോലെ പറഞ്ഞു, ആലപ്പുഴയിലെ ഇത് കഥകളി ആശാന്റെ കാര്യം പറഞ്ഞത്, അവൻ ആശാനെ അവഗണിച്ചു, അവൻ്റെ അത് ദോഷം വന്നു. ഇങ്ങനെ ലൈവായിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം കൊണ്ടുവന്ന് പറഞ്ഞു, വളരെ നന്നായി. ഇപ്പൊ കറണ്ട് വന്നു. അത് മാത്രമല്ല, പിന്നെ ഉഷാ മേഡവും നമ്മുടെ ഷീല മേഡമൊക്കെ നല്ല നല്ല ഉദാഹരണങ്ങളാണ്. അതാണ് ലൈവായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. അതിന്റെ ഷീല മേഡം രാവണന്റെ കാര്യം പറഞ്ഞത് എത്ര ഇതായിട്ടാണ് അവരുടെ അനുജൻ പറയുന്നത്, വിഭീഷണൻ പറയുന്നുണ്ട്, ചെയ്യരുത്, അരുത് എന്നത്.
എന്നിട്ടും അത് വക കൊള്ളാതെ പോകുമ്പം അപകടത്തിൽ ചെന്ന് നിൽക്കുന്ന പോലെ. ഇനി അടുത്ത ചാപ്റ്റർ ഇന്ന് വളരെ തൃപ്തിയാവുന്ന ജോസഫ് സാറും എല്ലാവരും, റോയി സാറും എല്ലാവരും അവരുടെ റോളൊക്കെ വളരെ വ്യക്തമായിട്ടും ഭംഗിയായിട്ടും അവതരിപ്പിച്ചു. പിന്നെ അടുത്ത ചാപ്റ്റർ നമുക്ക് 46 എന്ന് പറയും ചിറ്റിനും ചേരാമൈ. ഇത് മഹത്വക്കൾ പിന്നെ കൂട്ടുകൊള്ളുക എന്ന് പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെയാണ് ഒട്ടും വിവരമില്ലാത്തവരുടെ കൂട്ടും നമ്മളത് പാടില്ല, അത് ഒഴിവാക്കണം എന്നാണ് പുള്ളി പറയുന്നത്. നിസ്സാരന്മാരുമായുള്ള ബന്ധം അരുത്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാത്തവരാകുന്നു അവർ. അഴിമതിക്കാരും സ്വാർത്ഥരും ഇടരും മദ്യപരും ധൂർത്തരും ഒക്കെ ഈ അത്തരക്കാരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നവർക്ക് മുൻ അദ്ദേഹത്തിൽ പറഞ്ഞ സത്യങ്ങൾ അനുഭവവേദ്യമല്ല. അത് വിശദീകരിക്കുകയാണ് അടുത്ത അധികാരത്തിൽ. ചിറ്റിന് ചെറിയ ഇനം എന്നുള്ളത് നിസ്സരന്മാരുമായി ചേരായിക എന്നുള്ളതാണ്. അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാം. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഇന്നും തുടക്കത്തിൽ നല്ല അറ്റൻഷൻ ഉണ്ടായിരുന്നു. 18 പേരോ 10 പേരോ ഉണ്ടായിരുന്നു. ഇത് തന്നെ ഇനി തുടർന്നും ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനി ഉണ്ടാവുകയും ചെയ്യും എന്ന് ഞാൻ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ സാർ, താങ്ക് യു. മോഹൻദാസ് സാർ എന്നോട് പറഞ്ഞു, അതെ മഴയൊക്കെയാ, മൊബൈൽ ചാർജ് ഒന്നുമില്ല, നമുക്ക് ഇന്ന് വേണ്ടെന്ന് വെച്ചാലോ. അപ്പോഴേ ഞാൻ എന്തായാലും ഷീല മാം കഴിഞ്ഞ ആഴ്ച ആദിഭവൻ സാറിനോട് തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും വരണമെന്ന് പറഞ്ഞത് കൃത്യമായി ഒത്തു. പിന്നെ ആകെ ആശ്രയമുള്ളത് നമ്മൾ ഉഷാമാമിനെയാണ്. ഉഷാമാമിന്റെ തമിഴാണ് നമുക്ക് പിന്നെ പ്രയോജനകരമാകുന്നത്. ഒരു പ്രതീക്ഷ. അതെ അതെ അതെ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചായിരുന്നു. പക്ഷെ ആദിഭവൻ സാറോടായിരുന്നു, വന്ന സാർ എത്തുകയും ചെയ്തു. ഓക്കെ, എനിവേ താങ്ക് യു. വളരെ അമൂർത്തമായ ഒത്തിരി അറിവുകളാണ് തെരുവുള്ളവരിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇന്ന് ബുദ്ധിമാന്മാരുടെ കൂടെ നിൽക്കണമെങ്കിൽ അടുത്ത ആഴ്ച സൂക്ഷിക്കണം, അല്ലേ? ബുദ്ധിമാന്മാരോട് കൂടി ചേർന്നാൽ നമ്മൾ മണ്ടത്തരത്തിലായി പോവും, പെട്ടുപോകും എന്ന് പറയുന്നല്ലേ മലയാളത്തിൽ പറയും. അടുത്ത ആഴ്ച പണ്ടന്മാരുടെ കൂടെ ചേരാൻ പോകും. അതെ അതെ അതെ. അല്ല, സത്യത്തിൽ ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്, അല്ലേ? നമ്മള് എന്തൊരു മണ്ടത്തരമായി കാണിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ വേറെ ഒന്നും നോക്കണ്ട. നമ്മള് ഈ ഓൺലൈനിലെ തട്ടിപ്പൊക്കെ നോക്കിയാൽ മതി, എത്ര ഈസി ആയിട്ട് ആളുകള് തട്ടിപ്പിനിടയാകും. ഒന്ന് ആലോചിച്ച് നോക്കിയ സാർ, ആദോ ആ പാമ്പ് വന്ന് ആ പഴം പറിച്ചോളാൻ പറഞ്ഞപ്പം അവർക്ക് ആരോടും ചോദിക്കാനില്ലായിരുന്നു. ഒരു സജഷൻ അല്ലെ ഒരു അഡ്വൈസ് ചോദിക്കാൻ ആരുമില്ലായിരുന്നു. ഒരു പഴവരെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 30, 40, 50 ലക്ഷം രൂപയൊക്കെയാ, കോടിക്കണക്കിന് രൂപയൊക്കെയാ ചുമ്മാ ഇരട്ടിപ്പിക്കാൻ വേണ്ടി. പണം ഈ ഇത്ര ഉള്ളവരാണ് വീണ്ടും ഇരട്ടിപ്പിക്കുന്നത്. ഇല്ലാത്തവരും പോകുന്നുണ്ട്. അവർക്ക് ആദ്യം 2 പവന്റെ മാലയൊക്കെ ഇല്ലാത്തവർ പോകുന്നത് തെറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഇല്ലാഞ്ഞിട്ടാണ് ഇത് ഉള്ളത്. ഇല്ലാത്തവര് അവിടെ ഉള്ളത് മൊത്തം കളഞ്ഞിട്ടല്ലേ പോണേ. അതെ അതെ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടില്ലേ, ഒരു പുതിയ ഇന്നലെ മിനിയാന്നൊക്കെ കണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്, BMW ഒക്കെ ഇരട്ടിപ്പിക്കുന്ന BMW ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞ് 2 പവന്റെ മാലയൊക്കെ. അല്ല, അതിന്റെ സ്റ്റാർട്ടിങ് അതല്ലല്ലോ, എന്തോ മാഞ്ചിയം പോലത്തെ ഒരു സാധനമായിരുന്നല്ലോ, ഒരു മറന്നുപോയി. എനിവേ സൂക്ഷിക്കാം. എപ്പോഴും ഉപദേഷ്ടാക്കൾ ഇങ്ങനെയുള്ള ഉപദേശം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ മതി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ ഇതിനേക്കാളും വലിയ പ്രശ്നം വന്ന് പെട്ട് കിടക്കുമായിരിക്കും നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ഒരു അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ, ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ അസുഖത്തെക്കുറിച്ച് നോക്കാവുന്നു അറിയാവുന്നു സകല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി വയ്ക്കും. പിന്നെ അങ്ങനെ അസുഖമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ നമ്മൾ ഉപദേശം കൊടുക്കാൻ നമുക്ക് റെഡിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ക്ഷാമവും ഇല്ല അറിവുകൾക്ക്. ഓക്കെ, അറിവുകളുണ്ടാവാം. ഒരേ അസുഖത്തിന് എല്ലാ മരുന്നുകളും കഴിക്കുന്നതാണ് ഭയങ്കര. ഓരോന്ന് കേൾക്കുമ്പോ അത് മാറി മാറി കഴിക്കും. എല്ലാം മുറിവൈദ്യന്മാരാണ്, എന്തിനും നിസ്സാരമായിട്ടുള്ള മരുന്നുകൾ മതി. ഇതെല്ലാം കാണാൻ ആളുണ്ട്, അതുകൊണ്ട് സത്യത്തിൽ ഇതൊക്കെ ഇത്ര ഫ്ലറിഷ് ചെയ്യുന്നത്. എന്നാ കേട്ടാലും ഇതെല്ലാം ആളുകൾ കാണും, എന്നിട്ട് സ്വന്തമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കും. അതെ, ആയുർവേദ മരുന്നുകളുണ്ടല്ലോ സാറേ, അറിയാതെ ഉപയോഗിക്കുന്നത്. ആയുർവേദ മരുന്നുകള് നിസ്സാരമായിട്ട് നമ്മളങ്ങ് ഉപയോഗിക്കാറുണ്ട്. അത് ഒരുപാട് കിഡ്നി പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കുന്നതിന് അത് കാരണമാവും. അത് അതിന് കാരണം എന്നാന്നറിയാം, അതിനകത്ത് ആയുർവേദത്തിന്റെ ഒറിജിനൽ സത്തല്ല, ഇപ്പൊ സ്റ്റിറോയിഡുകളാണ്.
ഈ സ്റ്റിറോയിഡ് ശ്രദ്ധിച്ചു, പണ്ടൊക്കെ ആയുർവേദത്തിന് ഒരു മരുന്നിന് ഒരു 10, 100, 150 രൂപ. ഇന്നിപ്പോൾ നമ്മളൊരു ആയുർവേദ ആശുപത്രി പോയി മിനിമം ഒരു 600, 700 രൂപയാവും. കാരണം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന കണ്ടന്റിന് മാത്രം വിലയായി. ഈ സ്റ്റിറോയിഡിനൊക്കെ ഭയങ്കര വിലയുള്ള സാധനം. അല്ലാതെ ഇത് ശരിക്കും ഒരു എസെൻഷ്യൽ കമ്പോണന്റ് അല്ല. അത് ഇപ്പൊ ശ്രദ്ധിച്ചു. ആയുർവേദത്തിനെ തന്നെ ഇതിനെ പറഞ്ഞു. ഇന്നലെ ഞാൻ പാലുണ്ടാക്കി കാണിച്ചില്ലേ? അതെ. ആ പാലിപ്പം കഴിക്കുമ്പം പാലാന്ന് തന്നെ തോന്നുന്നുണ്ട്. മനുഷ്യരെന്നാ ചെയ്യും? അല്ല, അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യമല്ലേ, മയക്കുമരുന്നിൻ്റെ അകത്ത് എലിവിഷമാന്ന് പറയുമ്പോ എന്നാ പറയാ? പണ്ട് ഇച്ചാച്ചൻ പറയുമായിരുന്നു പാഷാണത്തി കൃമിന്ന്. അതെ. എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ അവസ്ഥ. ഇതൊന്നും മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് കേരളക്കാർക്ക് എല്ലാത്തിൻ്റെയും ടെസ്റ്റ് ഡോസ് ആണ് കേരളം. എന്തും ചെലവാകും, ഏത് കാര്യവും. അതെ. എല്ലായിടത്തും എങ്ങനെയാന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇല്ല, കേരളത്തിലെ പോലെ ഒരിടത്തും ഇല്ല. എല്ലാ കാര്യത്തിലും അതെ കേട്ടോ. ഇതിപ്പോ ഒരു കള്ളനെ പിടിക്കുന്ന കാര്യത്തിൽ ഓർക്കുന്നില്ലേ, തിരുവനന്തപുരത്ത് നിന്ന് ഒരു വലിയ കള്ളൻ വീഡിയോയിൽ ക്യാമറയിലൊക്കെ മുഖം കാണിച്ചു പോയ പുള്ളിനെ ആ നിമിഷം കൊണ്ട് പിടിച്ചല്ലോ. എല്ലാ കാര്യത്തിലും വിജിലൻസാ. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ളവന്മാരാ. പക്ഷെ ഇങ്ങനെയും ഉണ്ട് ഒരു ബുദ്ധിയുടെ തലം എന്ന് മാത്രം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 2 ഫ്രെയിം മോഡൽ, ഇപ്പൊ നല്ലോണം കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും, ഏറ്റവും എളുപ്പത്തിൽ മണ്ടത്തരത്തിൽ പോയി ചാടുകയും ചെയ്യും. അത് ആർത്തി കൂടിയിട്ടാ സാറേ. ഗോഡ്സ് ഓഫ് കൺട്രിയിലാണ് ആർത്തി എന്ന് പറയുന്നത്. അല്ല, ശരിക്കും നമുക്കറിയാൻ മേലെ ഇത് ഇരട്ടിപ്പിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയില്ലേ. എന്നാലും വീഴും. ആദ്യം അവർ കുറച്ച് പൈസ ഓഫർ ചെയ്യും. ചുമ്മാ കുറച്ച് 125 രൂപ തരാം, 250 രൂപ ഇപ്പൊ അത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചു പേർക്ക് കൊടുക്കും. ഇന്നലെ കണ്ടത് 2 പവൻ മാലയൊക്കെ കൊണ്ട് കൊടുത്തു ഒരു വീട്ടില്. കുറച്ചുനാൾ കരഞ്ഞോണ്ട് നടക്കട്ടെ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ. സാറേ നമ്മുടെ ജോർജ് സാറ് വരാറായോ സാറേ? ജോർജ് സാറ് എന്റെ കണ്ണിന്റെ ഇത് കൊണ്ട് കാണിച്ചു, കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. സാറിൻ്റെ അതുണ്ട്. ജോർജ് സാറേ ഒന്ന് വണ്ടിക്ക്. ജോർജ് സാറുണ്ടോ? ജോർജ് സാറിന്റെ ആണ് ജിയോ. അയ്യോ, അത് ശരി. ഞാനെന്നാ ജോർജ് സാറിനും ജിയോ സാറിനും പിന്നെ താങ്ക്സ് പറഞ്ഞു. വളരെ സന്തോഷം. ഓർത്തയിലും പറഞ്ഞതിലും ഒക്കെ വലിയ ബുദ്ധിമുട്ടാ. വെളിച്ചം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ സ്ക്രീൻ നോക്കുമ്പോഴും കണ്ണിന് പുളിപ്പാ. അതുകൊണ്ടാ ഞാൻ ഇടയ്ക്കൊന്ന് വന്നു, പിന്നെ മാറി നിൽക്കുമായിരുന്നു. ഒരു കാരണവശാലും കയറരുത്, എല്ലാം ശരിയായിട്ട് വന്നാൽ മതി കേട്ടോ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി. അതെ, ആ പാട്ട് അതുകൊണ്ടാണ് പറയുന്നത് വെളിച്ചം ദുഃഖമാണ് തമസല്ല സുഖകരം. ചില സമയത്ത് ഇതൊക്കെയാണ് നല്ലത് അല്ലെ, ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ്. പാടിക്കൊണ്ടിരിക്കണം സാറേ. ഇടയ്ക്ക് ഞാനിവിടെ പാടി കേൾപ്പിച്ചു വീട്ടുകാരെ. കേട്ടോ സാർ ഇങ്ങനെയെങ്കിലും വന്നാ മതി. ഞങ്ങൾക്ക് സാറിന്റെ സൗണ്ട് കേട്ടപ്പോ ഒരു സന്തോഷം തോന്നി. എന്റെ പൊന്നെ, അയലത് എപ്പോഴും കേൾക്കുന്നല്ലേ സാറേ. ഞാനിങ്ങനെ വെറുതെ പറയല. സാറ് കേട്ടോണ്ടിരുന്ന സൗണ്ടാണല്ലോ. സാറിന്റെ ബ്ലെസ്സിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. സാറ് ബ്ലെസ് ചെയ്യുമ്പോ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്തോ ഇത് വിജ്ഞാനികളുടെ ഉപദേശമായി സ്വീകരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എന്നും കാണും. എല്ലാവരും മെന്റേഴ്സ് ആയിട്ട് ഞാനും കാണും പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓരോരുത്തരുടെ വാക്ക് ശ്രമിക്കാറുണ്ട് സാർ. ഇന്നത്തെ തിരുക്കുറൾ മെസ്സേജ് അതല്ലേ, ഈ ഉപദേശം നഷ്ടപ്പെടുത്തരുത്. അതെ, ഈ നമ്മുടെ ഈ സീതാമാവിനെയും ഉഷമാവിനെയൊക്കെ ഉപദേശകരായി സ്വീകരിച്ച കേട്ടോ. തീർച്ചയായിട്ടും വറ്റാത്ത ഉറവുകളാണ്. എവിടെ നിന്നൊക്കെയാ വരുന്നത്? അറിവിന്റെ ഭണ്ഡാരങ്ങളല്ലേ, ശ്രീഭണ്ഡാരങ്ങൾ. അതെ. അയ്യോ എന്താ സാറേ, ജോഷി സാറിന്റെ പിന്നെ ഇത് സാറ് വായിക്കുമ്പോ ഉണ്ടല്ലോ സാറേ, സാറ് പറയുന്നതൊക്കെ ദൈവവചനങ്ങൾ പോലെയാണെന്ന് ഞാൻ വിഷയം പറയാറുണ്ട്. പിന്നെ മോഹൻദാസ് സാറിന്റെ വാക്കുകളൊന്നും ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തായാലും ആദി ഭഗവാൻ സാർ വന്ന് അതൊന്ന് മേക്കപ്പ് ചെയ്ത് തന്നല്ലോ. അതിന് സാറിന് ചെലവ് ചെയ്യണം മോഹൻദാസ് സാറ്. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുക്കന്മാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത്. അതിന് ചെലവൊന്നുമില്ല. ഗുരുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കപ്പെടും. രാജാവിന് പണ്ട് രാജഗുരു ഉണ്ടായിരുന്നല്ലോ. ശരിക്കും രാജാവിന് രാജഗുരു ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് ഒരുപാട്. രാജഗുരു ഒക്കെ ഉണ്ട്. രാജഗുരു പറയുന്നതും കേൾക്കത്തില്ല രാജാവ്, അതായി കുഴപ്പം.
അല്ല സാറേ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തില് രാജഗുരുവിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ അപ്പം സി യു, ഗുഡ് നൈറ്റ്. നാളെ വീണ്ടും കാണാം. നാളെ മനോജ് സാർ ആയിരിക്കും തോന്നുന്നു. നാളെ ആർക്കെങ്കിലും ക്ലാസ് എടുക്കാനുണ്ടോ? ആർക്കെങ്കിലും റെഡി ക്ലാസ് എടുക്കാനുണ്ടെങ്കിൽ പറയും. എൻ്റെ ഒരു പിന്നെ അടുപ്പിച്ചായി പോകും. ഒരു മാമിന്റെ അടുത്ത് എടുക്കാം. വേറെ ആർക്കെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ മാമിനോ? സന്തോഷിക്കാനുള്ള ഒരു ക്ലാസ്. അത് നമുക്ക് നെക്സ്റ്റ് ഇതിലെടുക്കാം. ഷീല മാമിനോ ഉഷ മാമിനോ ആർക്കെങ്കിലും. ആയിട്ടില്ല സാറേ. റെഡി ആയിട്ട് വെച്ചോളൂ. റോയ് സാർ എങ്ങനെയാ? മൈൻഡ്ഫുൾനെസ് പറ്റുമോ? ഫ്രീ ആയോ? സാറിന്റെ ഒരു ക്ലാസ് നടത്താം. സാറിന് ഞാൻ പറഞ്ഞായിരുന്നു, സാറിന് തിരക്കാ, അതുകൊണ്ട്. സാർ കേൾക്കുന്നില്ല, അഡ്മിറ്റ് ചെയ്യും. സാറ് മ്യൂട്ടാ. നാളെ എന്റെ കൊച്ചുമോളുടെ ആദ്യ കുർബാനയാ. അപ്പൊ വൈകുന്നേരം റിസപ്ഷൻ. അപ്പൊ ഞങ്ങൾ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. സാറേ മോഹൻദാസ് സാർ പറയാന്ന് പറയുന്നുണ്ട്. ഇല്ല, മോഹൻദാസ് സാർ ഇല്ലില്ല. മോഹൻദാസ് സാർ അതൊക്കെ എനിക്കറിയാം. അറിയാത്തവരുടെ ഇത് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ റെഡിയാക്കി വെച്ചോണം, എന്നിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് അതിൻ്റെ സ്ലോട്ട് ആകെ നമുക്ക് ശനിയാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും സ്ലോട്ടുകളുള്ളൂ. കാരണം തിങ്കളാഴ്ച ഫില്ലായിരിക്കും. ശനിയാഴ്ചയാണ് നമുക്ക് സ്ലോട്ടുകൾ വരുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് പിന്നെ കൺവേർട്ട് ചെയ്തൊക്കെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാം, നാളെ കാണാം. സി യു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. താങ്ക് യു.